വീട്ടിൽ പഴം മേടിച്ച് വെച്ചിട്ട് ഇതുപോലെ കരിഞ്ഞു പോയതാണ്. നമ്മൾ എല്ലാവരും സംഭവിക്കുന്നത് തന്നെ. അപ്പോൾ അത് ദിവസം നമുക്കൊന്നൊരു ഈസി സ്നാക്സ് ഉണ്ടാക്കിയാലോ? ഒടിവായോ. അപ്പോൾ മൈദയും കുറച്ച് ഗോതമ്പൊടിയും പിന്നെ നമ്മുടെ ഇഡ്ഡലിക്ക് അരച്ച മാവ് ഒരു സ്പൂൺ ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് നമുക്ക് ആ മാവ് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അതെല്ലാം നമ്മൾ മുക്കി പൊരിക്കണം. പിന്നെ നമ്മുടെ ഫില്ലിങ്സ് എന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴവും ചെറുപയറും പിന്നെ നമ്മുടെ വെല്ലമാണ് കേട്ടോ. ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച് നേന്ത്രപ്പഴവും ചെറുപയറും വെല്ലവും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് തിക്കായിട്ട് അത് മാറ്റി വയ്ക്കുക. ഒരു പാൻ ഒഴിക്കുക, എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചത് ബോളാക്കി എടുത്ത് വെക്കുക നമ്മുടെ നേന്ത്രപ്പഴത്തിന്. എന്നിട്ട് നമ്മൾ ആ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് അതിൽ മുക്കി പൊരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സ് ഇവിടെ ഈസിയായി റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ഇടുന്നത്. നേരത്തെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇത് റംസാനിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. നമ്മളെപ്പോഴും പഴം കൊണ്ട് പഴംപൊരി ഉന്നക്കായൊക്കെല്ലാം ഉണ്ടാക്കുന്നത്. ഇത് വെറൈറ്റി ആയിട്ടാണ്. ഇത് മസ്റ്റ് ആയിട്ടാണ്. ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ആ ഇഡ്ഡലി മാവ് ചേർത്തതുകൊണ്ടാണ് അത് നല്ല പൊന്തി പൊരിഞ്ഞ് വന്നു നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ആ മാവ് ചേർത്ത്. ഇല്ലെങ്കിൽ ആ മാവ് ചേർക്കണമെന്നില്ല കേട്ടോ. മൈദയും സാധാരണ നമ്മൾ കുറച്ച്